ഇതിന്റെ സത്യാവസ്ഥ നിങ്ങൾ എന്തായാലും അറിയണം, അല്ലെങ്കിൽ നിങ്ങൾ മണ്ടന്മാരാകും. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പല ന്യൂസ് ചാനലിലുമായിട്ട് ആപ്പിളിന്റെ തട്ടിപ്പ് നിങ്ങൾ കണ്ടു, ആപ്പിൾ നിങ്ങളെ പറ്റിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവം കണ്ടിരുന്നു. അപ്പൊ അതിൽ പ്രധാനമായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ആപ്പിൾ ഫോണുകളിൽ റൂം ബുക്ക് ചെയ്യുക, സബ്സ്ക്രിപ്ഷൻ എടുക്കുക, ടാക്സി അങ്ങനെ എന്തെങ്കിലും ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡിനേക്കാൾ നല്ല രീതിയിൽ എമൗണ്ട് കൂടുതലാണ് ഐഫോൺ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് വരുന്നത് എന്ന് പറഞ്ഞിട്ടായിരുന്നു. പക്ഷെ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പൊ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ്രോയിഡിനേക്കാൾ കുറച്ച് എമൗണ്ട് കുറവാണ് നമ്മൾ റൂമൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ ഐഫോണിൽ വരുന്നത്. ഫസ്റ്റ് റൂം ബുക്കിങ്ങിന് നോക്കുകയാണെങ്കിൽ സെയിം ഹോട്ടലിൽ 2356 ഐഫോൺ കാണിക്കുന്നത്, 2307 രൂപയാണ് ആൻഡ്രോയിഡ് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ ടാക്സ് നിങ്ങൾ ശ്രദ്ധിച്ചോ, 454 ഉള്ളൂ ഐഫോണിൽ, 588 ആൻഡ്രോയിഡ് കാണിക്കുന്നത്. 80 രൂപയുടെ കൂടുതലായിട്ടാണ് ആൻഡ്രോയിഡിൽ കാണിക്കുന്നത്. ഇനി വേറെ റൂം നോക്കുകയാണെങ്കിൽ സെയിം പ്രൈസ് തന്നെയാണ്. ഇനി അടുത്ത റൂം നോക്കുകയാണെങ്കിൽ ഐഫോണിനേക്കാൾ ആൻഡ്രോയിഡിലാണ് ഈ റൂമിന് കൂടുതലായിട്ട് വരുന്നത്. അടുത്ത റൂം ആണെങ്കിൽ 2895 രൂപയുള്ള ഐഫോണിൽ ടാക്സ് കുറവാണ്, ആൻഡ്രോയിഡിലാണെന്നുണ്ടെങ്കിൽ നേരെ ഡിഫറന്റ് ആണ്. വേറെ റൂമാണ്, അതും ഐഫോണിൽ കുറവാണ്, ആൻഡ്രോയിഡിൽ നല്ല രീതി കൂടുതലാണ്. ഇനി ഊബറിൽ നോക്കുകയാണെങ്കിൽ ഒരു പൈസയുടെ ഡിഫറന്റ് ആണ് ഐഫോണിൽ കൂടുതലായിട്ട് വരുന്നത്, ബാക്കി എല്ലാം സെയിം ആണ്. യൂട്യൂബിന്റെ പ്രീമിയത്തിൽ മാത്രമാണ് ഐഫോണിൽ 35 രൂപയുടെ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്, അത് മാത്രമാണ് വരുന്നത്, ബാക്കി എല്ലാം ഏകദേശം സെയിം ആയിട്ടാണ് കാണിക്കുന്നത്. കണ്ടല്ലോ, ന്യൂസ് ഒക്കെ വന്നപ്പോൾ ഇവന്മാര് മാറ്റങ്ങൾ വരുത്തിയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ച് ദിവസമായിട്ട് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണിക്കുന്നത്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് കാണിക്കുന്നത് എന്നുള്ളത് കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെടും. എന്നിട്ട് തീരുമാനിക്കാം ഇതെടുക്കണോ എന്നുള്ളത്. നമ്മളെ മണ്ടന്മാരാക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഓക്കെ, ബൈ.